CPM പലപ്പോഴും പിടിച്ചു കുലുക്കിയിട്ടുള്ള ഒരു വിഷയമാണ് സ്ത്രീ വിഷയം. പാർട്ടി MLA മാരും പാർട്ടിയുടെ ഉന്നത നേതാക്കളും പാർട്ടി ജില്ലാ സെക്രട്ടറിമാരും ഉൾപ്പെടെ ഈ പെണ്ണ് വിഷയത്തിൽ പെടുകയും അതിൻ്റെ പേരിൽ അന്വേഷണങ്ങൾ പാർട്ടി തന്നെ അന്വേഷണം നടത്തുകയും അതിൻ്റെ പേരിൽ പല DC സെക്രട്ടറിമാർക്കും പാർട്ടി ജില്ലാ സെക്രട്ടറിമാർക്കും സ്ഥാനം ഒഴിയേണ്ടി വരികയും ചിലരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും പുറത്താക്കിയവരെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ ഉന്നത സ്ഥാനങ്ങൾ കൊടുക്കുകയും ചെയ്ത ചരിത്രങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. എന്തായാലും ഇപ്പോഴിതാ ഒരു MLA ആണ് ഈ കേസിൽ പറ്റിയിരിക്കുന്നത്. കൊല്ലത്തെ മുകേഷ് MLA, നടനും കൂടിയായ മുകേഷ് MLA. മുമ്പ് പാലക്കാട്ട് ഒരു MLA-ക്കെതിരെ ഇതുപോലുള്ള ചില ആരോപണങ്ങൾ ഉയർന്നപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി നിയോഗിച്ച 2 അംഗ കമ്മീഷനിൽ ഒരാളായിരുന്നു PK ശ്രീമതി. പിന്നെ ഉള്ളത് ഒരു ബാലനായിരുന്നു, നമ്മുടെ ബാലൻ AK ബാലനായിരുന്നു. അങ്ങനെ PK ശ്രീമതി AK ബാലനും കൂടി അന്ന് പാലക്കാട്ടത്തെ ഒരു MLA-യുടെ പിന്നെ ഈ പീഡന വാർത്തകൾ, സ്ത്രീ പീഡന പിന്നെ വിഷയത്തിൽ പാർട്ടി നിയോഗിച്ച അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുകയും ആ സ്ത്രീ പീഡനം ഒരു തീവ്രത കുറഞ്ഞ സ്ത്രീ പീഡനമാണെന്ന് റിപ്പോർട്ട് നൽകുകയും ചെയ്ത നേതാക്കൾ, ഒരു വനിതാ നേതാവ് കൂടിയാണ് PK ശ്രീമതി. അതിപ്പോഴും ഒരു ആക്ഷേപമായിട്ട് അവരുടെ മുകളിൽ ഉണ്ട്. തീവ്രത കൂടിയ പിന്നെ സ്ത്രീ പീഡനം എന്താണ്, തീവ്രത കുറഞ്ഞ സ്ത്രീ പീഡനം എന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്നത്. പക്ഷേ ശ്രീമതി ടീച്ചർക്ക് മാത്രമേ അത് അറിയാമായിരിക്കൂ എന്നൊക്കെ ചിലരൊക്കെ ഇങ്ങനെ ആക്ഷേപം പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോട്ടെ, എന്തായാലും PK ശ്രീമതി ടീച്ചർ ഇപ്പോൾ മുകേഷിൻ്റെ വിഷയത്തിലും അഭിപ്രായം പറഞ്ഞിരിക്കുകയാണ്. മുകേഷിനെതിരായിട്ട് കുറ്റപത്രം സമർപ്പിച്ചു പോലീസ്. ഈ നടി പിന്നെ നൽകിയ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലുള്ളൊരു കുറ്റപത്രം നൽകിയത്. ആ കുറ്റപത്രവുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ ഇപ്പോൾ PK ശ്രീമതിയുടെ അഭിപ്രായം ചോദിക്കാൻ കാരണം, മുമ്പ് ഇത്തരത്തിലൊരു സ്ത്രീ പീഡനം പാർട്ടിക്ക് വേണ്ടി അന്വേഷിച്ച ആളാണല്ലോ ശ്രീമതി. അതുകൊണ്ട് തന്നെ PK ശ്രീമതി ഈ വിഷയത്തിൽ എന്ത് പറയും എന്നറിയാൻ മാധ്യമപ്രവർത്തകർ അവരെ മുമ്പ് എത്തി. അപ്പോൾ അവർ പറഞ്ഞത് നടപടിയെടുക്കും, അതായത് ഇയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കോടതി ബോധ്യമാവുകയാണ്, കോടതി കണ്ടെത്തുകയാണെങ്കിൽ കൃത്യമായിട്ടും നടപടിയെടുക്കും എന്നാണ് ഇപ്പോൾ ശ്രീമതി ടീച്ചർ പറഞ്ഞിരിക്കുന്നത്. അത് തീവ്രത കുറഞ്ഞതാണോ കൂടിയതാണോ എന്ന് പറയാൻ ശ്രീമതി ടീച്ചർ തയ്യാറായിട്ടുമില്ല. നടിയുടെ ലൈംഗിക അതിക്രമ പരാതിയിൽ നടനും MLA-യുമായ മുകേഷിനെ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയാൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരംശം പോലും ഇളവ് കൊടുക്കില്ലെന്ന് CPM നേതാവ് ശ്രീമതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. CPM കണ്ണൂർ ജില്ലാ സമ്മേളനത്തിനിടെ മുകേഷ് വിഷയത്തിൽ മാധ്യമത്തിനോട് സംസാരിക്കുമ്പോഴാണ്, മാധ്യമങ്ങൾ കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് ഈ ശ്രീമതി ടീച്ചർ ഈ വിവരം പറഞ്ഞത്. കുറ്റം ചെയ്തു എന്ന് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവരെ രക്ഷിക്കുന്ന നയ സമീപനമല്ല കേരള സർക്കാർ സ്വീകരിച്ചിട്ടുള്ളതെന്നുമുള്ള ഉത്തമ ബോധ്യം ജനാധിപത്യ മഹിളാ അസോസിയേഷനുണ്ട് എന്ന് മഹിളാ അസോസിയേഷൻ്റെ നേതാവെന്ന നിലയിലും PK ശ്രീമതി ഉറപ്പിച്ചു പറയുകയാണ്. എന്തായാലും മുകേഷിനെ കോടതി കുറ്റക്കാരന് കണ്ടെത്തിയാൽ ഞങ്ങൾ ശിക്ഷിക്കും എന്ന് പറയുമ്പോൾ ഇതെല്ലാം കോടതിയുടെ തീരുമാനത്തിന് വിട്ടുകൊടുക്കാൻ ആണെങ്കിൽ പിന്നെ ഈ പാർട്ടിക്ക് ഒരു ജനങ്ങളുടെ മുന്നിലുള്ള ഒരു ധാർമ്മികതയും എന്തിനാണ് എന്ന് ചോദിക്കാം. കോടതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ നടപടിയെടുക്കാതിരിക്കാൻ പറ്റുമോ എന്നുള്ളത് മറ്റൊരു കാര്യം. പിന്നെ എന്തർത്ഥത്തിലാണ് PK ശ്രീമതി ഇങ്ങനെ പറയുന്നത്? കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് തന്നെ അയാൾക്കെതിരെ നടപടിയെടുക്കും എന്ന്. കാരണം ഈ MLA കൂടി ഇരിക്കുന്ന ഗവൺമെന്റിന്റെ, മുകേഷ് MLA കൂടി ഇരിക്കുന്ന ഗവൺമെന്റ്, ആ MLA കൂടി പിന്തുണ കൊടുക്കുന്ന ഒരു ഗവൺമെന്റിന്റെ പോലീസാണ് ആ MLA-ക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഗുരുതരമാണ് ആ ഒരു സംഭവം. അവിടെ ഒരു അഭിപ്രായം ചോദിച്ചപ്പോൾ കോടതി കുറ്റം കണ്ടെത്തിയാൽ ഞങ്ങൾ നടപടിയെടുക്കുമെന്ന് പറയുമ്പോൾ പിന്നെ നിങ്ങൾ നടപടിയെടുത്തിട്ട് എന്തു കാര്യം? അയാൾ മര്യാദയ്ക്ക് രാജിവെച്ചിട്ട് ഇറങ്ങി പോയാൽ പോരെ? കാരണം കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ മുകേഷ് വീണ്ടും ഈ MLA സ്ഥാനത്ത് ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഈ രാജ്യത്തെ ജനാധിപത്യത്തിനെതിരെ ഇത്രയധികം അവഹേളനം വേറൊന്നും ഉണ്ടാവില്ല. അവിടെ സ്വാഭാവികമായിട്ട് ആൾ രാജിവെച്ചിറങ്ങി പോകും. പിന്നെ പാർട്ടി നടപടിയെടുക്കും, സർക്കാർ നടപടിയെടുക്കും എന്ന് പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല. ശ്രീമതി എന്ത് പൊള്ളത്തരമാണ് ഈ പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും പോട്ടെ. പിന്നെ ഈ അങ്ങനെ ശിഖര നടപടി മാതൃകയാണെന്നും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും പറഞ്ഞിട്ടുള്ള ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിലെ എന്നൊക്കെയാണ് ശ്രീമതി പറയുന്നത്. എന്തായാലും കോടതി കുറ്റക്കാരനെ കണ്ടാൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരംശം പോലും ഇളവ് കൊടുക്കില്ല, വിക്ടിമിന് വേണ്ടി നിലകൊള്ളുന്ന സർക്കാരാണിത് എന്നൊക്കെയാണ് PK ശ്രീമതിയുടെ ഈ എന്തു പറയാം വാചക കസർത്ത് നമ്മൾ കാണുന്നത്. എന്തായാലും ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയിൽ നടനും MLA-യുമായ മുകേഷിനെതിരെ പ്രത്യേക അന്വേഷണ സംഘം
എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം നൽകി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് ഈ കുറ്റപത്രം സമർപ്പിച്ച് കഴിഞ്ഞത്. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് അമ്മയിൽ അംഗത്വം നൽകാമെന്നും ഉറപ്പ് നൽകിയുമാണ് തന്നെ ലൈംഗികമായി ഉപയോഗിക്കുകയായിരുന്നു എന്നാണ് മുകേഷിനെതിരെ MLA-ക്കെതിരായി അവർ ഈ സ്ത്രീ നൽകിയ പരാതി. സിനിമയിൽ അഭിനയിപ്പിക്കാം, പോരാത്തതിന് അമ്മയിൽ മെമ്പർഷിപ്പും തരാം, അതിനു വേണ്ടിയിട്ട് എനിക്ക് വിധേയമായാൽ മതി എന്ന് മുകേഷ് പറയുകയും തന്നെ പീഡിപ്പിക്കുകയും ചെയ്തെന്നാണ് നടി പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും മുകേഷിനെതിരായി ഉയർന്ന എല്ലാ ആരോപണങ്ങളും തെളിഞ്ഞുവെന്നും ഇമെയിൽ സന്ദേശങ്ങളും വാട്സപ്പ് ചാറ്റുകളും ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ടെന്നുമാണ് അന്വേഷണ സംഘം ഇപ്പോൾ കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. കൃത്യമായ എല്ലാ തെളിവുകളോടും കൂടി, ഡിജിറ്റൽ തെളിവുകളോടും കൂടിയാണ് ഞങ്ങൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നതെന്ന് പോലീസ് പറയുന്നു. ഇത് പോലീസ് എല്ലാം ജനങ്ങളുടെ മുന്നിൽ പൊടിയിടാൻ വേണ്ടി പറയുന്നതാണോ അതോ കുറ്റപത്രത്തിൽ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ഇനി കോടതിയാണ് പരിശോധിക്കേണ്ടത്. എന്തായാലും എറണാകുളം മരട് പോലീസ് ആദ്യം ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് എറണാകുളത്തുള്ള വില്ലയിൽ വെച്ച് ലൈംഗികമായി ഉപദ്രവിച്ചുവെന്നും പിന്നീട് തൃശ്ശൂരിൽ വെച്ച് സമാന സ്വഭാവം ആവർത്തിച്ചെന്നുമാണ് പരാതിയിൽ ഈ യുവതി പരാതിപ്പെട്ടിരിക്കുന്നത്. ഇതോടെ 2 സ്ഥലങ്ങളിലും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും അതുപ്രകാരമുള്ള കുറ്റപത്രം തയ്യാറാക്കുകയുമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് മുകേഷിന് മുൻകൂർ ജാമ്യവും ലഭിച്ചിരുന്നു. ഇപ്പോൾ ജാമ്യത്തിലാണ് മുകേഷ് കഴിയുന്നത്. എന്തായാലും മുകേഷിനെതിരായി കൃത്യമായ തെളിവോടുകൂടി കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞുവെന്ന് പോലീസ് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇത് ഇനി കോടതിയാണ്, പോലീസ് പറഞ്ഞത് ശരിയാണോ, കോടതിയാണിത് നിരീക്ഷിക്കേണ്ടത്. പക്ഷേ PK ശ്രീമതിയുടെ അഭിപ്രായം കേൾക്കുമ്പോഴാണ് നമുക്ക് അവരുടെ ഈ അഭിപ്രായത്തിലെ പൊള്ളത്തരം മനസ്സിലാവുന്നത്. കോടതി നടപടിയെടുത്താൽ ഞങ്ങൾ നടപടിയെടുക്കും, പിന്നെ നിങ്ങൾ നടപടിയെടുത്തിന് കാര്യമെന്ത് എന്ന് ജനങ്ങൾ ചോദിച്ചാൽ നമ്മുടെ ടീച്ചർ എന്ത് മറുപടി പറയും? ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.